സോ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത് ഒ ടി ടിയിൽ റിലീസായ നമ്മുടെ വരുന്നായിരുന്നു സോ ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോണത്. സോ ആക്ച്വലി ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. താൻ വൃത്തികൾ പറയരുത്. പൊന്നെ ഉദാഹരണല്ലേ പറയണേ എന്ന് വെച്ച് ഇവന്റെ ഭാര്യയെ ഇവൻ അവന് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? തന്തയ്ക്ക് നിറവില്ലാത്ത ഇതാണ് ഇതിന്റെ കഥ. നമ്മളുടെ കല്യാണരാമനിലെ ഇന്നസെന്റ് പറയുന്ന ഒരു ഡയലോഗാണ് ഇത്. ആക്ച്വലി അതാണ് കഥ. ഞാനിത് സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എവിടെയോ ഈ സംഭവം കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു. പിന്നെയാണ് ക്ലിക്കായത് കല്യാണരാമന്റെ ആ ഒരു കോമഡി ഡയലോഗാണ് ആക്ച്വലി ഈ സിനിമയുടെ മെയിൻ പ്ലോട്ടായിട്ട് വന്നേക്കണേ. സോ നമുക്ക് കോമഡി തമാശയൊക്കെ കളഞ്ഞിട്ട് ആക്ച്വലി ഇതൊരു അത്യാവശ്യം നല്ലൊരു പടമാണ്. എനിക്കിതിൽ മിസ്സിങ് ആയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ലൈക്ക് മമീതയുടെ ക്യാരക്ടറാണ്. ബിക്കോസ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു പാട്ടിലൂടെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ദെൻ അത് മാറി ലവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. സോ അത് വല്ലാണ്ട് ഷോർട്ടായി പോയ ഒരു ഡൗട്ട്. കാരണം കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു ഇമോഷൻ വർക്കൗട്ട് ആയിരുന്നു. എനിക്ക് ആക്ച്വലി അവരുടെ ആ ഇൻട്രൊഡക്ഷനിലൊക്കെ ലൈക്ക് ആ ഒരു ഡെപ്ത് ഫീൽ ചെയ്തില്ല. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു മിഡ് സെക്ഷൻ ഒക്കെ ആയി വരുമ്പോഴേക്കാണ് ലൈക്ക് ആ ഒരു പ്രോബ്ലംസ് വരികയും ഉണ്ടാവുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ആക്ച്വലി കുറച്ചും കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ ഉള്ളത് ലൈക്ക് കുറച്ച് ക്രിഞ്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഈ പടത്തിൽ അതൊക്കെ ആവശ്യമാണെന്നും പറയാം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരു എന്റർടൈനർ പക്കം എന്റർടൈനർ. ലൈക്ക് നമുക്ക് ഒരു മിഡ് സെക്ഷൻ തൊട്ട്, അതായത് ഇവിടെ ഒരു സെക്കൻഡ് പ്ലോട്ടിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു പ്രോബ്ലം അറൈസ് ചെയ്യണം, അവിടെ തൊട്ട് അങ്ങോട്ടേക്ക് അത്യാവശ്യം നൈസാണ്. എസ്പെഷ്യലി ശരത് കുമാറിന്റെ ഒരു ക്യാരക്ടർ വളരെ നല്ല രീതിയിലാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഞാൻ ആദ്യം വിചാരിച്ച പുള്ളി ഓക്കെ ഇത്രേ ഉള്ളൂ, പിന്നെ അങ്ങോട്ടേക്ക് ഒരു 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 ചേഞ്ചാണ് പുള്ളിയുടെ ഭാവത്തിലും നോട്ടത്തിലും നല്ല. ലൈക്ക് അത് നൈസായിരുന്നു. തീരെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറായിരുന്നു ശരത് കുമാറിന്റെ. അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു. പിന്നെ അഫ്കോഴ്സ് നമ്മുടെ പ്രദീപ് രംഗനാഥൻ ആള് നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട പുള്ളിയുടെ പടം ഡ്രാഗനാണ്. ആൻഡ് ലവ് ടുഡേ ഇഷ്ടമാണ്, അല്ലെന്നല്ല, പക്ഷെ എനിക്ക് കുറച്ചുകൂടി നല്ല ഒരു രസമായിട്ട് തോന്നിയിട്ടുള്ളത് ഡ്രാഗൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഇത്. ലൈക്ക് ഇതിൽ കുറെ മണ്ടത്തരൊക്കെ കാണിച്ച് അങ്ങനെ ഒരു ലൈഫ് ജീവിക്കുന്ന ഒരു പുള്ളി. ബട്ട് അഫ്കോഴ്സ് പുള്ളിയുടെ അഭിനയം നല്ല ലൈക്ക് വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് നൈസ്. പിന്നെ ലൈക്ക് അത്യാവശ്യം കുറച്ചുകൂടിയും ലെങ്തി ആയി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ലൈക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞ് തീർക്കാമെന്നോ അതാ ഇച്ചിരിയും കൂടിയും വലിപ്പിച്ച് ലെങ്തി ആക്കിയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എന്റർടൈനിങ്. ലൈക്ക് അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ എന്റർടൈനിങ് ആക്കുക എന്നുള്ളതാണല്ലോ. ബട്ട് എന്റർടൈനിങ് ആണ്. സോ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. 100 രൂപ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി മറക്കരുത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഡ്യൂഡില് നമ്മളുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് സായ് അഭയങ്കറാണ്. അപ്പൊ പുള്ളിയുടെ സംഭവം എനിക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എന്താ തോന്നുന്നു വെച്ചാൽ, നമ്മുടെ ഈ ഓറും ബ്ലഡും ഇല്ലേ, നമ്മുടെ ഓറും ബ്ലഡ് 10,000 ആണ് ആ പാട്ടില്ലേ, അത് പല ഇമോഷൻസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോണ രീതിയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, അൺപ്ലഗ്ഡ് എന്നുള്ള രീതിയിലുള്ള ഒരു ട്രാക്ക് പോകുന്നുണ്ട്, പിന്നെ കുറച്ച് ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ട്രാക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും ഈ സോങ്ങിന്റെ ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ 3 പാട്ടാണുള്ളത്. അതിൽ ഈ ഓറും ബ്ലഡ് ആണ് കൂടുതൽ ത്രൂ ഔട്ട് ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് തന്നെ പോകുന്നത്. സോ അത് കുറച്ചൊരു വ്യത്യസ്തത എനിക്ക് തോന്നിയിരുന്നു. സോ ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ അതിൽ കാണാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. ആൻഡ് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.